സൈഫ് മാം, പലപ്പോഴും അനിവാര്യമായ സാഹചര്യങ്ങളിൽ പോലും ഡിവോഴ്സ് പോസിബിൾ ആവാറില്ല. അപ്പം ഇത്തരം സാഹചര്യത്തിൽ ഈ ഒരു ടോക്സിക് റിലേഷനെ മാനേജ് ചെയ്ത് മുന്നോട്ട് പോകാൻ ഒരു വ്യക്തിക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? ശരിയാണ്. എൻ്റെ പല കൗൺസിലിംഗ് കേസുകളിലും എനിക്കങ്ങനെ തോന്നിയിട്ടുണ്ട്. ഈ അടുത്ത കാലത്ത് ഒരു നാർസിസിൻ്റെ വിക്റ്റിമായിട്ട് 4 മക്കളുള്ള ഒരു സ്ത്രീ, അവർ ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് അല്ല. അതുപോലെ തന്നെ അവരുടേത് ലവ് മാരേജ് ആയതുകൊണ്ട് ഒരിക്കലും തിരിച്ചുപോക്ക് സാധ്യമല്ല. പേരൻസ് മരിച്ചു പോയിട്ടുണ്ട്. വളരെയധികം ഇമോഷണലി ഡ്രെയിൻഡ് ആയിട്ട് മക്കളെയും കൊണ്ട് മരണമല്ലാതെ മറ്റൊരു മാർഗം എൻ്റെ മുമ്പിൽ ഇല്ലെന്ന് പറഞ്ഞിട്ടായിരുന്നു ആ സ്ത്രീ വന്നിട്ടുണ്ടായിരുന്നത്. ഇത്തരം സാഹചര്യത്തിൽ ഒരു പരിധി വരെ ഈ ടോക്സിക് ആയിട്ടുള്ള ആളുകളെ മാനേജ് ചെയ്യുന്നതിന് നമുക്ക് സജസ്റ്റ് ചെയ്യാവുന്നതാണ് ഗ്രേ റോക്ക് മെത്തേഡ്. അതായത് അയാളിൽ നിന്ന് ഒരിക്കലും ഒരു ഇമോഷണൽ സപ്പോർട്ട് കിട്ടില്ല എന്നുള്ളത് ബോധ്യമായാൽ അത് അക്സെപ്റ്റ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ അവരെ ചെറിയ രീതിയിലെങ്കിലും നമ്മൾ റിജക്റ്റ് ചെയ്യാനും നമ്മൾ പഠിക്കുക എന്നുള്ളതാണ്. അവരുമായിട്ടുള്ള ഇൻട്രാക്ഷൻ ലിമിറ്റ് ചെയ്തിട്ട് നമ്മൾ അവരുമായിട്ടൊരു സ്ട്രോങ് ബൗണ്ടറി സെറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മളുടെ പ്ലാൻസ്, ഐഡിയാസ്, നമ്മുടെ പെയിന്, ഇമോഷണൽ പെയിന്, ഫീലിങ്സ് ഒന്നും അവരെടുത്ത് നമ്മൾ എന്ത് ചെയ്യുക, ഷെയർ ചെയ്യാതിരിക്കുക. അയാൾ ചിലപ്പം നമ്മളെ മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ചിട്ട് വല്ലാണ്ട് ഇൻസൾട്ട് ചെയ്തേക്കാം. അയാൾ ചെയ്ത തെറ്റ് തന്നെ അയാൾ മാനിപ്പുലേറ്റ് ചെയ്ത് നമ്മളിൽ ഗിൽറ്റി ഫീലിംഗ് ഉണ്ടാക്കുന്ന രീതിയിലൊക്കെ പറയാം. അത്തരം സാഹചര്യങ്ങളൊക്കെ ഭയങ്കര സങ്കടം തോന്നും, ദേഷ്യം തോന്നും. അപ്പോഴൊക്കെ നമ്മൾ ജസ്റ്റിഫൈ ചെയ്യാതെ, ഇമോഷണലി റെസ്പോണ്ട് ചെയ്യാതെ എനിക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് പറഞ്ഞ് ആ സാഹചര്യത്തിൽ നിന്ന് മാറി നിൽക്കുക. ഇനി അയാളൊരു കോൺവെർസേഷന് വരികയാണെങ്കിൽ അതിനെ നമ്മൾ റീഡയറക്റ്റ് ചെയ്യാനും പഠിക്കുക. അതുപോലെ തന്നെ നമ്മളുടെ സെൽഫ് ലവും സെൽഫ് കോൺഫിഡൻസും സെൽഫ് എസ്റ്റീമും ഡെവലപ്പ് ചെയ്യാൻ വേണ്ട ആക്ടിവിറ്റീസിൽ നമ്മൾ എൻഗേജ് ആവുക. നമ്മളെ ഹോബീസൊക്കെ നമ്മളെ ഹാപ്പി ആയിട്ട് എൻജോയ് ചെയ്യാൻ പഠിക്കുക. നമുക്ക് ഇമോഷണൽ സപ്പോർട്ട് കിട്ടുന്നതിന് വേണ്ട നല്ല നല്ല റിലേഷൻഷിപ്പ് ഡെവലപ്പ് ചെയ്തെടുക്കുക. എന്നിട്ട് നമ്മൾ നമ്മളുടേതായ ഒരു ഐഡൻറ്റിറ്റി ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ ഒരു പരിധി വരെ നമ്മൾക്ക് ഇത്തരം സാഹചര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കാൻ സാധിക്കും.